പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ പരമാവധി കാണുകയും ഷെയർ ചെയ്യുകയും വേണം. മണ്ണാർക്കാടുള്ള കോട്ടോപ്പാടം പഞ്ചായത്തിലെ പുറ്റാനിക്കാട് മഹലിൽ താമസിക്കുന്ന സൗദ എന്ന് പറയുന്ന വെറും 38 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു സഹോദരിയുടെ വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവരുടെ ഒരു ഭാഗം തളർന്നിരിക്കുകയാണ്. പ്രഷർ അടിച്ചു കയറിയിട്ട് 6 ലക്ഷം രൂപയോളം EMS ഹോസ്പിറ്റലിൽ ചിലവാക്കി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. കൂടുതലായിട്ട് സംസാരശേഷിയോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നുമില്ല, ഒരാളെയും തിരിച്ചറിയുകയുമില്ല. അതുകൊണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും പരമാവധി നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുകയും വേണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അസ്സലാമലൈക്കും. ഇതിൻ്റെ മോളാണ്. എൻ്റെ കുട്ടിക്ക് പ്രഷർ അടിച്ച് കയറിയിട്ട് ഇത്രയും ദിവസം ഞങ്ങൾ ആസ്പത്രിയിലായിരുന്നു. എൻ്റെ കുട്ടിനെ സഹായിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കാൻ. എൻ്റെ കുട്ടിക്ക് ഇനി തുടർന്ന് 2 കൊല്ലത്തെ ചികിത്സ വേണമെന്നാണ് പറയുന്നത്. തലച്ചോട്ടിലേക്ക് രക്തം അടിച്ച് കയറിയതാണ്. ഇപ്പം മുണ്ടണമില്ല, വർത്താനം പറയണമില്ല, കയ്യും കാലും അടക്കണമില്ല. എൻ്റെ ഓളെ ആവശ്യത്തിനൊക്കെ നീച്ച് നിൽക്കാൻ ഒന്നായി കിട്ടണമെന്നില്ല ഒരു പ്രാർത്ഥനയോട് കൂടെ നിങ്ങളെ മുമ്പിൽ വരുന്നത്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഹംസ മോളൂരാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് കോട്ടോപ്പാടം പഞ്ചായത്തിലാണ്. ഇവിടെ സൗദ എന്ന് പറയുന്ന വെറും 38 വയസ്സോളം പ്രായമുള്ള ഈ ഒരു സഹോദരിയുടെ വളരെ ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുകയും സഹായിക്കാൻ കഴിവുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് വളരെ താഴ്മയോട് കൂടിയിട്ട് ഞാൻ ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഈ സഹോദരി ഇവിടെ കിടക്കുന്നത്. ഇവർക്ക് പെട്ടെന്ന് പ്രഷർ അടിച്ചു കയറിയിട്ട് തലച്ചോറിൽ ബ്ലഡ് ഒക്കെ കട്ടായിട്ട് ഇപ്പൊ ഒരു ഭാഗം തളർന്ന് മൂത്രമെല്ലാം ട്യൂബ് വഴിയാണ് പോകുന്നത്. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളാൽ കഴിയുന്ന പറയാൻ തന്നെ കഴിയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇവരെ കാണുമ്പോൾ. വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഈ സഹോദരി. ഇങ്ങനെ ഒരേ കടപ്പാണെന്നാ പറയുന്നത്. പിന്നെ ഒരു കാര്യത്തിനും കഴിയൂല, പിന്നെ സംസാരിക്കൂല, ആളെ തിരിച്ചറിയില്ല, ഭർത്താവിനെ തിരിച്ചറിയില്ല, ആരും മക്കളൊന്നും തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളാൽ കഴിയുന്ന ഒരു 100 രൂപയെങ്കിലും ഈ സഹോദരിക്ക് ഇട്ടുകൊടുത്ത് ഇവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഇട്ടുകൊടുത്ത് ഇവരെ സഹായിക്കണമെന്ന് വളരെ താഴ്മയോട് കൂടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.